എൻ്റെ യാത്രകൾ ശരിക്കും സ്ഥലങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ തോന്നുമ്പോൾ ഇതുപോലെ യാത്രകൾ ചെയ്യും. എന്നാൽ ഇന്നത്തെ യാത്ര ഞാൻ വന്നിട്ടുള്ളത് മസനഗുഡിയിലേക്കാണ്. ഇത് മസനഗുഡിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെ ഏതൊരു ഭാഗത്ത് നോക്കിയാലും നമുക്ക് നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുക. ഇവിടേക്ക് വരുന്ന വഴിയും ഇവിടെയുള്ള ഗ്രാമങ്ങളിലെ കാഴ്ചകളും ഇവിടുത്തെ കൃഷികളും എല്ലാം നല്ല കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ഇവിടെ ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഇവരൊക്കെ ഈ കാടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് നോക്കിയാൽ ഒരിക്കലും മനസ്സിലാവില്ല. നമ്മുടെ കേരളത്തിലാണ് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് എല്ലാത്തിനും പരാതികളാണ്. നമുക്കൊരു റോഡില്ലെങ്കിൽ പ്രശ്നമാണ്, ഒരു വഴിയില്ലെങ്കിൽ പ്രശ്നമാണ്, ഒരു വീടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്കും നമ്മുടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു വിലയുണ്ടാവില്ല. പക്ഷേ ഇവിടെയുള്ള ജീവിതങ്ങളൊക്കെ നമ്മൾ വെച്ച് നോക്കിയാൽ ഇവർക്ക് നടക്കാൻ പോലും വഴി ഉണ്ടാവാറില്ല. എന്നാൽ ഇവർ എത്ര എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്നറിയോ? അതൊന്ന് കണ്ട് മനസ്സിലാക്കുക തന്നെ വേണം. സനകൂടി എല്ലായ്പ്പോഴും എനിക്കൊരു നല്ലൊരു വിസ്മയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം എപ്പോൾ വരുമ്പോഴും എനിക്കിവിടെ മടുക്കാറില്ല. എന്നിരുന്നാലും ഞാൻ പല തവണ വരും. വർഷത്തിലൊരു 10 തവണയെങ്കിലും ഈ മസനഗുഡി റൂട്ടിലൂടെ വരും. കാരണം ഇതിലൂടെ കാണുന്ന കാഴ്ചകൾ എന്നും വേറിട്ടതാണ്. കാരണം ഒരിക്കലും സ്ഥിരമായിട്ട് ഒരേ കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് കാടെല്ലാം നല്ല ഡ്രൈ ആണ് ട്ടോ. നമുക്ക് ചുറ്റുഭാഗം നോക്കുമ്പോൾ കാണാൻ പറ്റും. കാരണം ഇതൊരു മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല പച്ച കാടായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ പുല്ലുകളെല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് മാനുകളും ഈ റോഡ് സൈഡിൽ കുറവാണ്. ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ഊട്ടി മലനിരകൾ കാണാൻ പറ്റും ട്ടോ. ആ മലകൾ കാണുമ്പോൾ ഈ വഴിയിലൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. വേറൊരു വഴിയിലൂടെയും പോകുമ്പോൾ ഈ ഒരു സുഖം കിട്ടില്ല. കാരണം അങ്ങ് ദൂരെ കാണുന്ന കാഴ്ചകൾ നമ്മളെ മനസ്സിനെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കും. അതുപോലെ നമ്മുടെ ചിന്തകൾ മറക്കാനും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാനെല്ലാം ഈ നല്ല കാഴ്ചകൾ കൊണ്ട് സാധിക്കും. യാത്രകളെ നമ്മൾ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ. കാരണം യാത്രകൾ നമുക്ക് തരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ചില്ലറയൊന്നുമല്ല. വളരെ വലിയ കാര്യങ്ങളാണ് നമുക്ക് യാത്രകൾ സമ്മാനിക്കുന്നത്. അതൊരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര ബുദ്ധിമുട്ടിൽ എത്ര പ്രശ്നങ്ങളിൽ ഉണ്ടായിരുന്നാലും ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ കൂളാവും. എല്ലാവരും ഒരു യുണീക്കായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല യാത്ര ചെയ്യുന്നത്. പലർക്കും പല പല പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. എനിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ റിയലായിട്ട് മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതും ഞാൻ ഈ വീഡിയോയിൽ പറയാണ്. നിങ്ങൾക്കും അതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ഈ ലോകത്ത് ഏറ്റവും മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് പല ആൾക്കാരും വരും. പക്ഷെ അതൊന്നും റിയൽ ആയിട്ടുള്ളതല്ല. അതൊക്കെ ഒരു ഫേക്ക് ഒരു അപ്രോച്ച്മെന്റ് മാത്രമാണ്. അല്ലാതെ റിയൽ ആയിട്ട് നമുക്ക് നല്ലൊരു ഭാവി കൺസിഡർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്ത് വളരെ കുറവാണ്. അത് ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നായാലും ബാക്കിയുള്ള ആരുടെ അടുത്തു നിന്നായാലും നമ്മുടെ ഒരു ബെനിഫിറ്റോ നല്ല നമുക്ക് വേണ്ട നല്ല കാര്യങ്ങളോ ഒന്നും അവർ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡിസിഷൻ നമ്മൾ തന്നെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണം. ഇനി ചിലപ്പോൾ നമ്മുടെ സൗണ്ട് ഒരു വേറെ സൗണ്ട് ആയിരിക്കും കേട്ടോ. നമ്മുടെ മൈക്കൊക്കെ എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനിയപ്പോൾ നോർമൽ സൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും നല്ല സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ. എടുക്കണ്ടെന്ന് പറയാനല്ല വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് തന്നെ പോവാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു കാഴ്ചയാണ് ഒരുപാട് ദൂരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചയിലും ഒരുപാട് സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര എപ്പോഴും സ്പെഷ്യലാണ്. സമയം നല്ല സമയമാണ് കേട്ടോ. നല്ല കൊടും വെയിലാണ്. അതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയർ ഒന്നും ഇല്ലാത്തത്. എന്നാലും നമ്മൾ വെയിലൊക്കെ കൊണ്ട് പോവാണ്. ഒറ്റയ്ക്കാണ് കേട്ടോ യാത്ര. വേറെ ആരെയും കൂട്ടിയിട്ടില്ല. ഒരുപാട് ചിന്തകളൊക്കെ മനസ്സിൽ വരും. അതൊന്നും ഞാൻ ചിന്തിക്കില്ല. ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മളെല്ലാം മറക്കുന്നുണ്ട്. അല്ലെങ്കിൽ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് ഒരു ബോധമേ ഉണ്ടാവാറില്ല. ജോലിക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ചിന്തകളാണ്. എങ്ങനെ ഈ സ്ഥലത്ത് എത്തിയെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കൽ. കാരണം ആ ഒരു മൈൻഡിലാണ് ഞാൻ ജോലിക്ക് പലപ്പോഴും പോകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് അപകടം വരിക എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ. എല്ലാവർക്കും അതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും. ചിലരൊന്നും ബൈക്കുമ്മേൽ പോകുന്നത് അവർക്ക് തന്നെ അറിയില്ല എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ എത്തിയെന്നൊന്നും പലർക്കും അറിയില്ല. ഇതൊക്കെ പിന്നെ നമ്മളെ എത്ര വരണ്ടാന്ന് വിചാരിച്ചാലും അത് വരും കേട്ടോ. അതൊക്കെ പിന്നെ കോംപ്രമൈസ് ചെയ്തിട്ട് ദൈവം സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ടൊന്നല്ല നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാത്രയിൽ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ ചിന്തകളും ഇല്ല കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല. ഈ കാടായത് കാരണമാവും. കാടിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സ്പെഷ്യലാണ്. കാരണം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇനി എന്ത് കാണും, അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ, അങ്ങനത്തെ ചിന്തകൾ മാത്രമാണ് കാടിലൂടെ പോകുമ്പോൾ വരുന്നത്.
എന്തായാലും ഒരുപാട് പ്രശ്നങ്ങളും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ് കേട്ടോ. പ്രകൃതിയെപ്പറ്റി ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവിടുത്തെ പ്രകൃതി നിൽക്കുന്നത്, ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ. നല്ല വെയിലായതുകൊണ്ടാണ് ഇങ്ങനത്തെ കാഴ്ചകൾ. ഇല്ലെങ്കിൽ നല്ല രാവിലെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്തുനിന്ന് കിട്ടുക. നല്ല കോടമഞ്ഞെല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം 12:30 1 മണി സമയമാണ്. വെയിൽ കൊണ്ടിട്ട് എൻ്റെ ആകെ കരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അത് ഊട്ടിയിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാലം. ഈ പാലത്തിൽ നിന്നുള്ള എത്ര വീഡിയോകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലം തന്നെയാണിത്. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഈ കാട് ഈ ഒരു 500 മീറ്റർ കൂടി കഴിഞ്ഞാൽ ഈ കാട് തീരും. അതുകൊണ്ട് തന്നെ ഊട്ടിയിലേക്ക് പോകാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു സൈഡാക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് ഇവിടെ 2 പേര് ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവരും മനുഷ്യരെ പോലെ തന്നെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പല പ്ലാനുകളും ഇവർക്കും നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഒരുമിച്ചിരുന്നിട്ട് അങ്ങനെ സംസാരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ഇവർക്ക് യാതൊരു മടിയില്ല കേട്ടോ. പ്രശ്നങ്ങളുടെ ഇടയിൽ ഇവനൊക്കെ എന്തെന്നുള്ള രീതിയാണ് അവർക്ക്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് തന്നെ നെഗറ്റീവ് അടിച്ചു. നിങ്ങൾക്കും നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. ഇനി നമുക്ക് നെഗറ്റിവിറ്റി ഒന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് യാത്ര ചെയ്യാം. പോസിറ്റീവായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്തൊരു ഭംഗിയാണ് നോക്കിക്കുക ഈ പ്രകൃതി കാണാൻ. ഈ പൂത്ത് നിൽക്കുന്ന മരങ്ങളും ഈ സൈഡിലെ ചെടികളെല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്തൊരു ക്യൂട്ടായിട്ടുള്ള പ്ലേസ് ആണെന്ന് അറിയാത്. ഒരുപാട് യാത്രികർ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ നമുക്ക് ചില ആൾക്കാർ ടാറ്റയൊക്കെ തരുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, അവർക്ക് തന്നെ അറിയുള്ളൂ ടാറ്റ ഇപ്പോൾ എന്തിനാണ് തന്നെന്ന്. എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരൊക്കെ ആയിട്ട് റിലേഷൻ നിലനിർത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം പോണ ഫാമിലി കണ്ടില്ലേ നിങ്ങൾ, വളരെ ഹാപ്പി ആയിട്ടാണ് അവർ പോകുന്നത്. അവരെ കണ്ടപ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. നല്ല നീല തെളിഞ്ഞ ആകാശമാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ രീതിയിൽ ആകാശം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോ കിട്ടുന്നത്. അതുപോലെ നല്ല വെയിലുണ്ട് കേട്ടോ. ചൂടൊന്നും നമുക്ക് പ്രശ്നമല്ല, ഏത് വെയിലും കൊള്ളാൻ റെഡിയാണ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആണ്. ആരില്ലെങ്കിലും നമ്മൾ ഭയങ്കര പെർഫെക്റ്റാണ്. നമ്മൾ നല്ല പ്രതീക്ഷിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. ഒരുപാട് മൃഗങ്ങളെല്ലാം കാണുന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് നല്ലോണം നമ്മുടെ മൈൻഡിലുണ്ട്. ആ ഒരു പോസിറ്റീവാണ് നമുക്ക് ഈ യാത്ര ചെയ്യാനുള്ള എനർജി നൽകുന്നത്. നമ്മൾ ഒരുപാട് യാത്രക്കാരെ കണ്ടു കേട്ടോ. അവരെല്ലാം ഊട്ടിയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ നമുക്ക് ഊട്ടിയിലേക്ക് പോകാൻ ഒരു താല്പര്യം തോന്നിയില്ല. നമുക്ക് ഈ കാടും മൃഗങ്ങളെയാണ് ഏറ്റവും ഇഷ്ടം. ഈ മൃഗങ്ങൾ കാണുമ്പോഴുള്ള സന്തോഷം വേറെ എന്ത് കണ്ടാലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള യാത്രകൾ കൂടുതലും മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് യാത്ര ചെയ്യുക. നമ്മൾ പോകുമ്പോൾ കാണുന്ന മലകൾ നോക്കിക്കേ, എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഒരു ഭംഗി നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടില്ല. ഓരോ പ്രകൃതിയുടെ ഭംഗി പറഞ്ഞ് നമ്മളിങ്ങനെ ഒരുപാട് ദൂരം പിന്നിട്ടു കേട്ടോ. ഏതായാലും ഇന്നത്തെ യാത്ര നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ടറി മൊമെൻറ്റ് തന്നിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെ ഒരു നീണ്ട യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിൽ നല്ല ഹാപ്പിയാവും. ഏതൊരു പ്രശ്നങ്ങളെ നേരിടാനും നമുക്ക് പറ്റും. പിന്നെ ഞാൻ ഒരുപാട് സമയം ഇവിടെ ഒരു കായലിൻ്റെ അരികെ നിന്നു കേട്ടോ. ഇവിടെ ഒരുപാട് ചെറിയ കാഴ്ചകളെല്ലാം ഞാൻ കണ്ടു. ഒരുപാട് താറാവുകളെല്ലാം ഈ വെള്ളത്തിലിങ്ങനെ നീരാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാൻ റിലാക്സ് ആയി വരെ നോക്കിയിരുന്നു. നല്ല വെയിലുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ അതൊക്കെ നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. ഇവിടെ ഒരുപാട് ആൾക്കാർ പാറി കളിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. നല്ലൊരു പ്രകൃതി വിസ്മയം തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മൾ പലപ്പോഴും മസനഗുഡിയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണിത്. ആരും ഇവിടെ നിന്ന് വന്നിട്ടൊരു വീഡിയോ എടുക്കുന്നതോ ഇവിടെ സ്റ്റേ ചെയ്യുന്നതോ ഞാനൊന്നും കണ്ടിട്ടില്ല. ഈ മസനഗുഡിയുടെ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു വെള്ളക്കെട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരുപാട് വീടുകളും ഗ്രാമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ കൊക്കനെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് നേരം ഇതിനെ തന്നെ നോക്കിയിരുന്നു. ഇവനെന്താ പരിപാടി, ഇവനെങ്ങനെ മീൻ പിടിക്കാമെന്നൊക്കെ ഞാൻ ഒരുപാട് സമയം നോക്കിയിരുന്നു. പക്ഷെ അവൻ എന്നെ പോസ്റ്റാക്കാന്നല്ലാണ്ട് അവന് മീൻ പിടിക്കാനൊന്നും പോകുന്ന ഒരു ലക്ഷണവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ്റെ കാഴ്ചകളൊക്കെ നിർത്തി വലതുഭാഗത്തേക്ക് നോക്കി. അപ്പം കണ്ട കാഴ്ചകൾ സ്വിറ്റ്സർലാൻഡൊക്കെ അവിടെ നിൽക്കുള്ളൂ. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഇവിടെ. ഇത്ര മനോഹരമായിട്ടുള്ള പ്ലേസ് ഈ മസനഗുഡി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വിരളാണ്, ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്, ഒരുപാട് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ വളർത്തുന്ന മൃഗങ്ങളാണ് കേട്ടോ, നാട്ടുമൃഗങ്ങളാണുള്ളത്. ഒരുപാട് വീട്ടുകാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു സ്വർഗം പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് കേട്ടത് മസനഗുഡി. എവിടെയും ഇതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടെടുക്കാൻ ഒരുപാട് സന്തോഷം തോന്നി. ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സ് നല്ല രീതിയിൽ ഹാപ്പിയായി. ഇതിനേക്കാളും നല്ല സ്ഥലം ഈ മസനഗുഡി വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഏതായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ ആണ് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. നല്ല വെയിലും ചുറ്റും തീയും. എന്തൊരു സുഖമാണെന്ന് ആലോചിച്ച് നോക്കി ഈ യാത്ര.
ഇത്രയും നരകത്തിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പോയിട്ടില്ല. നല്ല വെയിലും നല്ല തീയും ചൂടെടുത്തിട്ട് എൻ്റെ മോനെ പറയണ്ട. എനിക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നേരെ ഗുണ്ടൽപേട്ട റൂട്ടിനാണ് കയറിയത്. അവിടെ മൊത്തം ഈ റോഡ് ഇവർ കരിയിച്ച് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുല്ല് വരാനും ഒരു വളക്കൂറൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ പുല്ലൊക്കെ കത്തിച്ച് കളയുന്നത്. അതുകൊണ്ട് ചുറ്റും മൃഗങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഏതായാലും കരിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്നെ എന്തിന് പറ്റുമെന്ന് ഞാൻ തന്നെ ആലോചിച്ച് നോക്കുകയാണ്. ആകെ പറ്റ പിടുത്തം വിട്ടിട്ടുണ്ട്.